ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിലെ ചാപ്റ്റർ 1 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കതിൽ ആദ്യമായിട്ട് പരിചയപ്പെടേണ്ടതെന്ന് പറയുന്നത് ആംഗിൾസിനെ കുറിച്ചാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ആംഗിൾസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ആംഗിളും ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് ആംഗിളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പോസിറ്റീവ് ആംഗിൾ എന്ന് നോക്കാം. പോസിറ്റീവ് ആംഗിൾ അല്ലേ, എന്താണെന്ന് നോക്കിക്കടാ. നമുക്ക് രണ്ട് സൈഡുണ്ട്, ഒരു ഇനിഷ്യൽ സൈഡും ഉണ്ട്, ഒരു ടെർമിനൽ സൈഡും ഉണ്ട്. ഈ ഇനിഷ്യൽ സൈഡിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ആംഗിൾ. എന്ത് പറയൂടാ? പോസിറ്റീവ് ആംഗിൾ. ഈ പോസിറ്റീവ് ആംഗിളാണ് ഏത്? തീറ്റ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണ്? അത് പോസിറ്റീവ് ആംഗിളും. ഇനി ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് എന്താണ്? ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താണ്? ആ ഒരു തീറ്റ അത് നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. അതിന് നമ്മൾ പറയുന്നത് എന്ത്? നെഗറ്റീവ് ആംഗിൾ എന്ന് പറയും. എന്ത് പറയുക? നെഗറ്റീവ് ആംഗിൾ. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്ട? ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്കുള്ള എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. എന്താണ്ട്? ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോക്കിൽ നീഡിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ക്ലോക്ക് വൈസ് ക്ലോക്കിൽ നീഡിൽ മൂവ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഇവിടെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയരുത്. എന്തെന്ന് പറയണം നിങ്ങൾ? നെഗറ്റീവ് ആംഗിൾ എന്ന് പറയണം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. നമുക്ക് എന്താണ്ട? ഡിഗ്രി മെഷർമെൻറ്റ്, അതായത് നമ്മളൊരു ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഏതാണ്ട? ഡിഗ്രിയാണ്. അതുപോലെ മറ്റൊരു യൂണിറ്റാണ് ഏത്? റേഡിയൻ. ഏതാണ്ട? റേഡിയൻ ഉണ്ട്. അതുപോലെ ഡിഗ്രി ഉണ്ട്. ഒരു ഡിഗ്രി ഉണ്ട്, മിനിറ്റ് ഉണ്ട്, അതുപോലെ സെക്കൻഡ്. ഈ ഒരു കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് റേഡിയനും ഡിഗ്രിയുമാണ്. അതാണ് റേഡിയനും ഡിഗ്രിയുമാണ്. ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് കണക്ഷൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒരു റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു റേഡിയൻ എന്ന് പറയുന്നത് ഒരു റേഡിയൻ ഈക്വൽ ടു 1 റേഡിയൻ ഈക്വൽ ടു 180/π ഡിഗ്രിയാണ്. എന്താണ്ട? 180/π ഡിഗ്രിയാണ്. ഒരു റേഡിയൻ വാല്യൂ എന്ന് പറയുന്നത് 180/π ഡിഗ്രിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, റേഡിയൻ എന്താണ്ട? റേഡിയൻ വാല്യൂവിനെ ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ, ഏതിലേക്ക് മാറ്റണമെങ്കിൽ? ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ റേഡിയൻ വാല്യൂവിനെ 180/π കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേണ്ട ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തിരിച്ചെന്താണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? π/180 റേഡിയനാണ്. എത്രയാണ്ട? π/180 റേഡിയനാണ്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? π/180 റേഡിയനാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഇതുപോലെ തന്നെയാണ്. എന്താണ്? നമുക്ക് നമ്മുടെ ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഒരു ഡിഗ്രി വാല്യൂവിനെ റേഡിയൻ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? π/180 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഏതുകൊണ്ട് എന്ത് ചെയ്യണം? π/180. കുറച്ച് പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് മനസ്സിലാവും. ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എല്ലാം കൂടെ എന്താക്കരുത്? അവിയലാക്കി മാറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ്, ഒന്നും കൂടെ ഞാൻ പറയാം. എന്താണ്? നമ്മുടെ റേഡിയൻ വാല്യൂവിനെ ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 180/π കൊണ്ടും. ഇനി ഡിഗ്രി വാല്യൂവിനെ റേഡിയനുകളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? π/180 കൊണ്ടും ഇൻറ്റു ചെയ്യണം. ഇനി നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയും മിനിറ്റുമാണ്. എന്താണ്? ഡിഗ്രി ആൻഡ് മിനിറ്റ്, ഇതിനെക്കുറിച്ചാണ് അടുത്ത് പറയാനുള്ളത്. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റാണ്. എന്താണ്ട്? 60 മിനിറ്റ്. മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ് കേട്ടോ. ഇതാണ് ഒരു മുകളിൽ എന്താണ്? ഒരു ലൈൻ മാത്രം, ഒരു ഡാഷ് മാത്രം ഇട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? മിനിറ്റും. ഇത് മിനിറ്റും. അടുത്ത എന്താണ്ട? ഡബിൾ ഡാഷ് കൊടുത്തത് എന്താണത്? സെക്കൻഡുമാണ്. ഓക്കെ. ഇത് മിനിറ്റിനെ സൂചിപ്പിക്കുന്നു. ഇതെന്താണ്ട? ഇത് സെക്കൻഡിനെ സൂചിപ്പിക്കുന്നു. സെക്കൻഡ്. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്ട? 60 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. അപ്പോൾ ഡിഗ്രി നമുക്ക് എന്താണ്? ഡിഗ്രിയെ മിനിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കണോടാ? ഡിഗ്രിയെ മിനിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 60. ഇൻറ്റു 60. ഇനി തിരിച്ച് മിനിറ്റിനെ നമ്മൾ എന്തിലോട്ടാക്കണം? മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം?
1/60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണോടാ? 1/60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഡിഗ്രി മിനിറ്റ് ആക്കണമെങ്കിൽ എന്താണ്? 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ച് മിനിറ്റിനെ ഡിഗ്രി ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 1/60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്തത് എന്താണ്? മിനിറ്റും സെക്കൻഡ് തമ്മിലുള്ള ബന്ധം നോക്കാം. അല്ലെ, മിനിറ്റ് ഇത് നിങ്ങൾക്ക് അറിയാം. മിനിറ്റും സെക്കൻഡും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്ടാ? 60 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ഒരു മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ച് സെക്കൻഡിനെ നമുക്ക് എന്താക്കണം? മിനിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 1/60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പറയാം. പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിളാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആംഗിൾ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതെന്താണ്ട്? അത് നെഗറ്റീവ് ആംഗിളാണ്. ഇനി നമുക്ക് അടുത്ത് പറഞ്ഞ എന്താണ്? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്ടാ? π/180 റേഡിയനാണ്. അല്ലേ, ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? π/180 റേഡിയനാണ്. അതുപോലെ ഒരു റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്ടാ? 180/π ഡിഗ്രിയാണ്. അടുത്ത നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുപോലെ റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 180/π കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇനി ഡിഗ്രി മിനിറ്റ് തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതുപോലെ ഡിഗ്രി നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ച് മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1/60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നെക്സ്റ്റ് അടുത്ത് പറയാനുള്ള കാര്യം എന്താണ്? മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള ബന്ധമാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്ട്? 60 സെക്കൻഡാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. തിരിച്ച് സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിൽ എന്താണ്? 1/60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇതെല്ലാം വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്താണ്? ഇതെല്ലാം അവിടെ യൂസ് ചെയ്യാനുള്ളതാണ്. അത് നോക്കിക്കേ. എക്സ്പ്രസ് ദി ഫോളോയിങ് ആംഗിൾസ് ഇൻ ഡിഗ്രി മെഷേഴ്സ്. താഴെ തന്നിട്ടുള്ള ആംഗിൾ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമുക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഒരു സി കൊടുത്തേക്കുന്നുണ്ടോ? റൈസ്ഡ് 2π/15. ഈ സി എന്ന് പറഞ്ഞാൽ റേഡിയൻ കേട്ടോ. നമ്മളത് റേഡിയൻ ആയിട്ടാണ് വായിക്കുന്നത്. 2π/15 അതെന്താണ്? അത് റേഡിയൻ വാല്യൂ ആണ്. ഈ റേഡിയൻ വാല്യൂ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എന്താണ്? ആ റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റേഡിയനെ എന്താണ്? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു പറഞ്ഞു. എന്താണ് ആൻസർ? 180/π. എന്താ? 180/π. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 180/π കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 2π/50 ആണ്. 2π/50. അപ്പോൾ ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഇൻറ്റു 180/π. എന്താണ്ടാ? പൈ. അപ്പോൾ ഈ ഒരു പൈയും പൈയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 15ഉം 180 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 1 30 2 എത്ര കിട്ടും? 12 അല്ലേ. അപ്പോൾ 2 × 12 എത്രയാണ് ആൻസർ? 24 എന്ന് കിട്ടും. എത്ര കിട്ടോടാ? 2 × 12 ആൻസർ എന്താണ്? 24 അല്ലേ. 24 ഡിഗ്രി. സോ ഇതിൻ്റെ ആൻസർ എന്താണ്ടാ? 24 ഡിഗ്രി. അതായത് 2π/15 എന്ന് പറയുന്ന റേഡിയൻ വാല്യൂ എന്തിന് ഇക്വലൻ്റ് ആണ്ടാ? 24 ഡിഗ്രിക്ക് എന്താണ്? ഇക്വലൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. π/5 കണ്ടോ? π/5 എന്തായിരിക്കും അതിൻ്റെ ആൻസർ? π/5 നമ്മളെങ്ങനെ ചേഞ്ച് ചെയ്യും? π/5നെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യും? 180/π കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്യും അല്ലേ. അപ്പോൾ പൈയും പൈയും കൂടെ എന്താവും? ക്യാൻസലാവും. 5ഉം 180 നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 18ൽ എത്ര പ്രാവശ്യം 5 കൂടെ? 18ൽ 3 ടൈമും റിമൈൻഡർ 3 അല്ലേ. അത് 0 ചേർത്ത് വയ്ക്കുമ്പോൾ എത്രയാവും? 30. 30ൽ എത്ര പ്രാവശ്യം പോടാ? 30ൽ 5 എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം പോവും. എത്ര പ്രാവശ്യം പോവും? 6 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്രയാണ്? 36 ഡിഗ്രി. എത്ര ഡിഗ്രി വേണ്ട? 36 ഡിഗ്രി. ഓക്കെ, 36 ഡിഗ്രി. എടാ 3.6 അല്ലേ. 36 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. 1/4 റേഡിയൻ. എന്താണ്ടാ? 1/4 റേഡിയൻ. എടാ ഇതൊരു അല്പം കോംപ്ലിക്കേഷനുള്ള പ്രോബ്ലമാണേ. 1/4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 1/4. അപ്പോൾ 1/4 ആണെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ഈ റേഡിയൻ വാല്യൂവിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 180/π കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പൈ ക്യാൻസലായി പോകാനുള്ള ഒരു വകുപ്പും എന്താണ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1/4 × 180/πക്ക് നമ്മൾ എന്ത് കൊടുക്കും വാല്യൂ? 22/7 എന്നുള്ളൊരു വാല്യൂ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 × 180 × ഈ 22/7 എന്ന് പറയുന്ന എന്താണ്? ഈ ഒരു ഫ്രാക്ഷൻ മുകളിൽ പോകുമ്പോൾ എന്താകൂടാ?
റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യണം, അതായത് 7/22 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു എന്താണ്, ഇൻറ്റു 7/22. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ എന്ത് കിട്ടും ആൻസർ? ഇവിടെ ഈ ഒരു 4ഉം 150 നമുക്ക് വെട്ടാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 16ൽ 4, 20ൽ എത്രയുണ്ട്? 20ൽ 5 അല്ലേ, 45. 45 × 7 എത്രയാണ്? 315 അല്ലേ. 315/22 കിട്ടും. ഇതിപ്പോൾ എന്തായി? ഇതിപ്പോൾ കറക്റ്റ് എന്തായി? നമ്മളെന്താണ് 180/π കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇതിപ്പോൾ എന്തിലോട്ടായി? ഡിഗ്രിയിലോട്ടായി. പക്ഷേ ഒരു പെർഫെക്റ്റ് വാല്യൂ ആയില്ല. ഒരു പെർഫെക്റ്റ് വാല്യൂ ആയില്ല. 315/22 ഡിഗ്രി എന്നുള്ള ഒരു ഫ്രാക്ഷൻ ഫോമിൽ നിൽക്കുന്നേ ഉള്ളൂ. ഒരു പെർഫെക്ഷൻ ഇപ്പോഴും ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 315നെ എന്ത് ചെയ്യും? 315നെ ഇവിടെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു ആൻസർ ഇവിടെ മുകളിൽ 14 കിട്ടും. റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 7 കിട്ടും. ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിനെ മിക്സർ ഫ്രാക്ഷൻ ആക്കാം. മുകളിൽ നമുക്ക് കോഷ്യൻ്റ് കിട്ടിയ ആൻസർ എത്രയാണ്? 14 അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഹോൾ നമ്പർ ആയിട്ടും ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ 22 ആണ്, അതിവിടെ ഡിനോമിനേറ്റർ ആയിട്ടും കിട്ടിയ എന്താണ് റിമൈൻഡർ അതിനെ നമ്മൾ എന്താക്കി എഴുതും? ന്യൂമറേറ്റർ ആക്കി എഴുതും. അതായത് 14 ആൻഡ് 7/22 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ കിട്ടിയ പെർഫെക്റ്റ് ആൻസർ 14. ഇത് പക്ക എന്താണ്? ഡിഗ്രിയാണ്. 14 ഡിഗ്രി. ഇനി 7/22 അതെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മിനിറ്റ് ആക്കിയും സെക്കൻഡ് ആക്കിയും നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്, ഇതും ഈ 7/22 എന്താണ്? ഒരു ഡിഗ്രിയാണ്, ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ഡിഗ്രിയെ എന്താണ് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? അവിടെ ഒരു 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യുന്ന പരിപാടി 14 ഡിഗ്രി കറക്റ്റ് പെർഫെക്റ്റ് ആയി പ്ലസ് ഈ 7/22 നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? മിനിറ്റിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 60 കൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 14 ഡിഗ്രി പ്ലസ് ഇവിടെ ഈ 22ഉം 60 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 11 കിട്ടും. ഇവിടെ എത്ര കിട്ടൂടാ? 30 കിട്ടും അല്ലേ. അപ്പോൾ 7 × 30 എത്രയാണ്? 210. 210/11. 210/11. ഇവിടെയും 210നെ നിങ്ങൾ എന്ത് ചെയ്യും? 210നെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയും എന്ത് പെർഫെക്റ്റ് ആൻസർ കിട്ടും? മുകളിൽ 19 എന്ന് പറയുന്ന ആൻസർ 19. നിങ്ങൾക്ക് അതുപോലെ റിമൈൻഡറോടെ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. എന്തായിരിക്കും? 1. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? 14 ഡിഗ്രി പ്ലസ് എന്താണ്ടാ നമ്മളിതിനെങ്ങനെ ചേഞ്ച് ചെയ്യും? പറഞ്ഞു, ഇതിനെ മിക്സർ ഫ്രാക്ഷനാക്കി പറഞ്ഞേ. മുകളിൽ കിട്ടിയ കോഷൻ എത്രയാണ്? 19 ആണല്ലേ. 19ഉം പിന്നെ എന്താണ് ഇവിടെ നമ്മൾ ഡിവൈഡ് ഉപയോഗിച്ച നമ്പർ 11 അല്ലേ. അപ്പോൾ അത് ഡിനോമിനേറ്റർ ആയിട്ടും ഇവിടെ കിട്ടിയ റിമൈൻഡർ എന്താവും? ന്യൂമറേറ്ററുമായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ കിട്ടിയ 19, ഈ 19 എന്താണ്? പെർഫെക്റ്റ് എന്താണ്ടാ മിനിറ്റാണ്. 19 എന്താണ്? പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ മിനിറ്റാണ്. അപ്പോൾ 14 ഡിഗ്രിയായി. അതിനോടൊപ്പം എന്താണ്? 19 കൂടെ ചേരുമ്പോൾ എന്താവും? 19 മിനിറ്റാണ്. 19 എത്രയാണ്ട? മിനിറ്റായി. ഇനി നമുക്ക് എന്താണ്? അതായത് ഇത് മിനിറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇത് എന്താണ്? മിനിറ്റായി. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഈ ബാക്കിയുള്ള 1/11 എന്തിലോട്ടാക്കണം? സെക്കൻഡ് ആക്കണം. അപ്പോൾ 1/11 എങ്ങനെ സെക്കൻഡ് ആക്കും? അവിടെ നിങ്ങൾ നോക്കുക, മിനിറ്റ് ഈ 1/11 ഇപ്പോൾ എന്താണ്ട? മിനിറ്റ് ആണല്ലേ. അപ്പോൾ മിനിറ്റിനെ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ അവിടെ നിങ്ങൾ എത്രകൊണ്ട് ഇൻറ്റു ചെയ്യണം? 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ 60 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെക്കൻഡിലായിരിക്കും അല്ലേ. അപ്പോൾ 14 ഡിഗ്രി 19 മിനിറ്റ്. ഇവിടെ എന്താണ്? ക്യാൻസൽ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ 1 × 60 60/11 ആണ്. 60/11 എത്രയാണ്ട? 5 ആണ്. 5 × 11 55. റിമൈൻഡർ അവിടെ എത്ര വരും? 5 വരും. അപ്പോൾ നമുക്ക് മുകളിൽ കിട്ടിയ ആൻസർ എന്താണ്? 5 അല്ലേ. വീണ്ടും നമുക്കതിനെ എങ്ങനെ എഴുതുകയാണെങ്കിൽ 5 ആൻഡ് 5/11 എന്ന് എഴുതാം. അപ്പോൾ ഇതിപ്പോൾ എന്തായി? സെക്കൻഡായി. പിന്നെ വീണ്ടും ബാലൻസ് കുറച്ച് വരുന്നുണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അത് നമ്മൾ എന്താണ് എടുക്കില്ല. നമ്മളിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഏതെടുക്കും? ഇവിടെ കിട്ടിയ 5 എന്ന് പറയുന്ന വാല്യൂ എടുക്കും. 5 സെക്കൻഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന 1/4 എന്ന് പറയുന്ന റേഡിയൻ വാല്യൂവിൻ്റെ ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? 14 ഡിഗ്രി 19 മിനിറ്റ് 5 സെക്കൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നാലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെജോറിറ്റി വരാനൊക്കെയുള്ള ചാൻസ് കൂടുതൽ. ഇവിടെ ഇതുപോലെ ചെയ്യേണ്ട രണ്ട് ക്വസ്റ്റ്യനാണ്. -2ഉം പിന്നെ എന്താണ്ട 6 റേഡിയനും. അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ എല്ലാം ചെയ്യുന്നില്ല, ഒരെണ്ണം മാത്രം ചെയ്യാം.
ബാക്കിയുള്ളതിനെ സ്കിപ്പ് ചെയ്യണം കേട്ടോ. അതായത് ഈ ഒരു 6 റേഡിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് -7π/4 അങ്ങ് ചെയ്യാം. ഈ ഒരു 6 റേഡിയോ ഞാൻ നെഗ്ലക്റ്റ് കളയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പറ്റും ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ എഴുതി തരാം കേട്ടോ. അപ്പോൾ എന്താണ് അടുത്ത -2ൻ്റെ കൂടെ ഒരെണ്ണം ചെയ്യാം. -2ൻ്റെ അവിടെ നോക്കിയാൽ -2ൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ -2 ഇൻറ്റു എത്രയാണ്, ഇതൊരു റേഡിയൻ വാല്യൂ ആണ്. ഡിഗ്രിയിലായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, 180/π കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ പൈ ക്യാൻസൽ ചെയ്യാനുള്ള വകുപ്പുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൊതുവെ -2 ഇൻറ്റു 180/πക്ക് നമ്മൾ എന്ത് കൊടുക്കും വാല്യൂ, 22/7. ഈ 22/7 മുകളിൽ പോകുമ്പോൾ എന്താ കൂടാ, -2 ഇൻറ്റു താഴോട്ട് എഴുതാം, -2 ഇൻറ്റു 180 ഇൻറ്റു 7/22. ഈ ഒരു 22ഉം ഈ ഒരു 2 കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 1ഉം 11ഉം ഇനി ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത 180യും 7 കൂടെ അങ്ങ് ഇൻറ്റു ചെയ്യും. നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ, -1260/11 ഇതായിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ എന്ത് വാല്യൂ ആയിരിക്കും, ഇതിപ്പോൾ കറക്റ്റ് ഡിഗ്രിയിലായി. പക്ഷേ ഒരു വിഷയം എന്താണ്ടാ, ഇതിനെ എപ്പോഴും എന്താണ് കറക്റ്റ് ഡിഗ്രി ആയെന്ന് പറയാൻ പറ്റുമോ, ഒരു കറക്റ്റ് സ്ട്രക്ചറായെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ 11 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 1260 നമ്മൾ എന്താണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസറായിട്ട് കിട്ടുക 114ഉം റിമൈൻഡർ എത്രയായിരിക്കും, റിമൈൻഡർ 6ഉം ആയിരിക്കും. റിമൈൻഡർ എത്രയായിരിക്കും ഇവിടെ, 6ഉം ആയിരിക്കും. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും, നമുക്കിവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയ ആൻസർ ഏതാണ്ടാ, 114. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പുറത്തുണ്ട്, -114 എന്താണ്, കറക്റ്റ് ഡിഗ്രിയാണ്. ഇനി ബാക്കി ഇവിടെ ഉള്ളതാണ് 6 11 നമ്മൾ എങ്ങനെ എഴുതും, 6/11. ഈ 6/11 ആരാണ്, അത് ഇനി നമുക്ക് എന്താണ്, അതും ഡിഗ്രിയാണ്. ഈ ഡിഗ്രി നമ്മൾ എന്തിലോട്ട് കൊണ്ടുപോകണം, നമുക്ക് ഇതിനെ മിനിറ്റിലോട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ മിനിറ്റിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളിതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, -114 അവിടെ നിൽക്കട്ടെ, ഇതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം, 6 × 11 ഡിഗ്രിയാണ്. അതിനെ മിനിറ്റിലേക്ക് ആക്കണമെങ്കിൽ വീണ്ടും 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 60 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ, ഇവിടെ ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു വകുപ്പുമില്ല അല്ലേ. അപ്പോൾ മൈനസ് ഇതിപ്പോൾ എന്താടാ, ഇതിപ്പോൾ മിനിറ്റായേ, -114 ഇൻറ്റു 6 × 60 360/11. ഇത്ര എന്താ ഉണ്ടായി, ഇത്രയും സെക്കൻഡാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 360 എന്ത് ചെയ്യുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർഫെക്റ്റ് കിട്ടുന്ന ആൻസർ, പെർഫെക്റ്റ് അല്ല, ഒരു ആൻസർ മുകളിൽ കിട്ടുന്ന ആൻസർ 32ഉം നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടുക എത്രയുണ്ടാ, 8 ആണ്. ഇവിടെ കിട്ടിയ പെർഫെക്റ്റ് ആൻസർ എത്രയാണ്, 32 അല്ലേ. ആ 32 എന്തായിരിക്കും, ആ 32 മിനിറ്റും ബാക്കി വരുന്നത് എങ്ങനെയാണ്, 8/11 എന്തായിരിക്കും ഇനി, അതും മിനിറ്റാണ്. 8/11 എന്താണ്ട, മിനിറ്റാണ്. പക്ഷേ അതിന് നമുക്ക് എന്തിലോട്ടാക്കണം, ഇനി സെക്കൻഡ് ആക്കണം. അപ്പോൾ അത് നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യും, അതിന് വീണ്ടും നമ്മൾ 60 കൊണ്ട് വീണ്ടും ഇൻറ്റു ചെയ്യും. എന്തിനാണത്, സെക്കൻഡിലേക്ക് ആക്കാൻ. ഇപ്പോൾ അതെന്തായിട്ട് മാറി, സെക്കൻഡിലേക്ക് മാറി. അപ്പം ബാക്കി എന്താണ് ആൻസർ, -114 ഡിഗ്രി 32 മിനിറ്റും ഇവിടെയും എന്താണ് 11 ഒന്നും ക്യാൻസലായി പോകില്ല. അപ്പോൾ 8 × 60 എത്രയാണ്, 6 8 48, 480/11 കിട്ടും. എന്താണ് 480/11 അല്ലേ, 480/11 അത്രയും എന്താണ്ടാ, അതിന് അതും ഇപ്പോൾ എന്താണ് മിനിറ്റിലാണ്. ഇതിനെ നമുക്ക് എന്തിലോട്ടാക്കണം, സോറി ഇതിപ്പോൾ സെക്കൻഡിലാണല്ലേ, സോറി ഇതിപ്പോൾ സെക്കൻഡിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഡിവൈഡ് ചെയ്യണം. 480 എന്ത് ചെയ്യണം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും, പെർഫെക്റ്റ് ആൻസർ 40 എത്ര പ്രാവശ്യം പോടാ, 4 അല്ലേ, 4 × 11 44, റിമൈൻഡർ എത്ര 4, 40 എത്ര പ്രാവശ്യം പോടാ, 40 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 43 എടുത്താൽ മതി. ഇനി ബാക്കി ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട. -114 ഡിഗ്രി 32 മിനിറ്റ് 43 സെക്കൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഒരു കംപ്ലീറ്റ് വാല്യൂ അല്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇതിലിനി എന്താണ്, അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. അടുത്തത് എന്താണ്, ഇതിൽ 6 റേഡിയും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക. അതിൻ്റെ ആൻസർ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ആൻസറായിട്ട് വരിക, അതിൻ്റെ ആൻസർ വരിക ഞാൻ ഇവിടെ എഴുതിത്തരാം. 343 ഡിഗ്രിയും 38 മിനിറ്റും 11 സെക്കൻഡുമാണ് അപ്രോക്സിമേറ്റ് വരുന്നത്. ജസ്റ്റ് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതിൽ എന്താണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ല 6th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി.
-7π/4 വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യും? -7π/4 എന്താണ്? അങ്ങനെ തന്നെ ഇടും. ഇൻറ്റു റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 180 എന്താണ്ട പൈ. ഇവിടെ ഒരു പൈയും പൈ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 4ഉം 180 കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 18ൽ 4 ടൈം 20ൽ 5. 7 ഇൻറ്റു -7 ഇൻറ്റു 45 ആൻസർ -350 എന്ന് വരും. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അടുത്ത ദിവസം നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണം? റേഡിയൻ മെഷേഴ്സ് തന്നിട്ടുണ്ട്, ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ റേഡിയൻ മെഷർ. ഓരോന്ന് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയൻ ആക്കി കൺവേർട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്ട? 55 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി ആണ്ട? 55 ഡിഗ്രി. 55 ഡിഗ്രി എന്താണ്? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? π/180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അല്ലെ, ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എടാ, റേഡിയൻ വാല്യൂ ആക്കുമ്പോൾ പൈയുടെ വാല്യൂ പൈയായിട്ട് കിടന്നാൽ ഒരു പ്രശ്നവുമില്ല. അതങ്ങനെ തന്നെ കിടന്നോട്ടെ, നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പൈക്ക് വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പൈയായിട്ട് തന്നെ കിടന്നോട്ടെ. ഇവിടെ നമുക്ക് ഈ 55ഉം 180 ഇവിടെ എന്ത് ചെയ്യാം? 5 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇവിടെ എന്ത് കിട്ടും? 11ഉം ഇവിടെ എന്ത് കിട്ടും? 3 ആൻഡ് 30 എത്ര ടൈം? 6 ടൈം. സോ ഫൈനൽ ആൻസർ 11π/36 റേഡിയൻ. 11π/36 റേഡിയൻ. അടുത്ത ദിവസം നോക്കിയേ, 100 ഡിഗ്രി. 100 ഡിഗ്രി എങ്ങനെ ചേഞ്ച് ചെയ്യും? നമ്മൾ 100 ഇൻറ്റു π/180. 0യും 0നെ ക്യാൻസൽ ചെയ്യാം. 10ഉം 18 നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 5, ഇവിടെ 9. സോ ആൻസർ എന്താണ്ടാ? 5π/9 റേഡിയൻ. നെക്സ്റ്റ് വൺ 240 ഡിഗ്രി. എങ്ങനെ ചേഞ്ച് ചെയ്യും? 240 ഇൻറ്റു π/180. 0യും 0നെ ക്യാൻസൽ ചെയ്യാം. 24ഉം 18 നമുക്ക് എന്ത് ചെയ്യാം? 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ എന്താണ്ട? 3യും. സോ ഫൈനൽ ആൻസർ 4π/3. അത്രയും റേഡിയൻ. 4π/3. നെക്സ്റ്റ് അടുത്ത ദിവസം നോക്കിയേ, 40 ഡിഗ്രി ആൻഡ് 20 മിനിറ്റ്. ഇതൊരു അല്പം ഡിഫറൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 40 ഡിഗ്രി ആൻഡ് 20 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം പക്ക എന്താക്കണം? ഡിഗ്രി ആക്കണം. അപ്പോൾ പക്ക ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ 40 എന്തായാലും പക്ക ഡിഗ്രിയിൽ തന്നെയാണ്. 40 അവിടെ നിൽക്കട്ടെ. പ്ലസ് ഈ ഒരു 20 മിനിറ്റ് ഉണ്ടല്ലോ, 20 മിനിറ്റ്. ഈ മിനിറ്റ് നമ്മൾ എന്തിലോട്ട് കൊണ്ടുപോകണം? മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് ആക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയെ മിനിറ്റിലേക്ക് ആക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്താൽ മതി. ഡിഗ്രിയെ മിനിറ്റിലോട്ട് ആക്കാനാണെങ്കിൽ ഇൻറ്റു 60. മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് ആക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1/60. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 20യെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 20 ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 20 ഇൻറ്റു 1/60. 0യും 0നെ ക്യാൻസലാവും. 2ഉം 6 ക്യാൻസലാവും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1ഉം 3യും അല്ലേ. അപ്പോൾ 40 + 1/3. നമ്മളിത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ആൻസർ? 40 ഇൻറ്റു 3 എത്രയുണ്ട്? 40 ഇൻറ്റു 3 40 ഇൻറ്റു 3 എന്താണ്ട? 120 പ്ലസ് 1 ഇൻറ്റു 1 1/3. അപ്പോൾ ആൻസർ 121/3. ഇപ്പോൾ എന്തായി? 121/3 എന്താണ്ട? പെർഫെക്റ്റ് ഡിഗ്രിയായി. ഇതിന് നമ്മൾ എതിലോട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 121/3 നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണോടാ? π/180 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ക്യാൻസലായി പോകാനില്ല. അതുകൊണ്ട് 121 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 121π/3 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ട? 540. വളരെ സിമ്പിളാണ്. അതിലടുത്ത ദിവസം നോക്കിയേ, 75 ഡിഗ്രി ആൻഡ് 30 മിനിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? 75 അതുപോലെ തന്നെ എഴുതും. പ്ലസ് 30 മിനിറ്റ്. 30 മിനിറ്റിന് എന്താണ്? 60ലോട്ട് ആക്കണമെങ്കിൽ 30 മിനിറ്റിന് ഡിഗ്രിയിലോട്ട് ആക്കണമെങ്കിൽ 30 ഇൻറ്റു 1/60 അല്ലേ. 0യും 0യും ക്യാൻസൽ. 3യും 6ഉം 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1ഉം 2ഉം. അപ്പോൾ 75 + 1/2. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 75 150 പ്ലസ് 1 ഇൻറ്റു 1 1/1 ഇൻറ്റു 2 2. സോ ആൻസർ 151/2 എന്ന് കിട്ടും. ഇപ്പോൾ എന്തായത്? കറക്റ്റ് പക്ക ഡിഗ്രി ആയി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തിലോട്ടാക്കണം? ഇതിനെ നമുക്ക് റേഡിയനിലോട്ട് ആക്കണമെങ്കിൽ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം? π/180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ π/180.
സോ ഇവിടെയും നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ഡയറക്റ്റ് അങ്ങ് എന്ത് ചെയ്യാം 151 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 151 പൈ ബൈ 2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ 360 ആണ്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 12 ഡിഗ്രി 12 മിനിറ്റ് 20 സെക്കൻഡ്. നമുക്ക് ആദ്യം സെക്കൻഡിൽ നിന്ന് തന്നെ വരാം. 12 ഡിഗ്രി അങ്ങനെ നിൽക്കട്ടെ, 12 മിനിറ്റും അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 20 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് വേണ്ട, അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എല്ലാത്തിനെയും മൊത്തം അങ്ങ് ഡിഗ്രിയിലോട്ടാക്കാം അല്ലേ. ഇപ്പം നോക്കിക്കേ, 12 ഡിഗ്രി അങ്ങനെ നിൽക്കട്ടെ, ഡിഗ്രിയിലല്ലേ, 12 ഡിഗ്രി പക്ക ഡിഗ്രിയാണ്, അവിടെ നിൽക്കട്ടെ. 12 മിനിറ്റ് അതിനെ നമുക്ക് എന്താണ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 12 ഇൻറ്റു 1/60 ചെയ്യണം അല്ലേ. പ്ലസ് അടുത്ത 20 സെക്കൻഡാണ്. നമുക്ക് ആ ഈ സെക്കൻഡ് ആദ്യം മിനിറ്റിലേക്ക് ആക്കാം. അപ്പോൾ ഈ ഒരു സെക്കൻഡിനെ ആദ്യം മിനിറ്റിലേക്ക് ആക്കണമെങ്കിൽ 1/60 കൊണ്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്തായത് മിനിറ്റിലായേ. നമുക്ക് ഈ മിനിറ്റിനെ എന്തിലോട്ടാക്കണം, ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിൽ വീണ്ടും ഒരു 1/60 കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ എല്ലാം ഇതെന്തായി പക്ക ഡിഗ്രിയിലായി. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ 12ഉം 60യും കൂടെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് 12ൽ 12 1 ടൈം, 60ൽ എത്ര ടൈമാണ് ഉണ്ടാ 5. ഇവിടെ 0യും 0നെ ക്യാൻസൽ ചെയ്യാം. 2ൽ 2 1 ടൈം, 6ൽ 3 ടൈം. അപ്പോൾ അടുത്ത് കിട്ടുന്ന ആൻസർ എന്താ 12 പ്ലസ് 1/5 പ്ലസ് മുകളിൽ ഞാൻ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല, 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്താ 1/3 ഇൻറ്റു 60 എന്താ 180. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇത് രണ്ടും കൂടെ ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്യും, 12 ഇൻറ്റു 5 60 പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ 1 ഇൻറ്റു 5 5 പ്ലസ് 1/180. ദാറ്റ് ഈസ് ഈക്വൽ ടു 61/5 പ്ലസ് 1/180. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തെടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ അത്ര കിട്ടുമോ, ആൻസർ 2197/180 ഡിഗ്രി എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ എന്താണ് ഡിഗ്രിയെ റേഡിയൻ ആക്കാനും പഠിച്ചു, അതുപോലെ എന്താണ് റേഡിയൻ വാല്യൂവിനെ ഡിഗ്രി ആക്കാനും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സുകൾ കാണുക, നോട്ടുകളൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.